അദ്വൈതാനുഭൂതിയുടെ 80ാമത്തെ മന്ത്രത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മൊത്തം 84 മന്ത്രങ്ങളാണുള്ളത്. ഇനി 4 മന്ത്രങ്ങൾ കൂടിയാണ് ഇതിലവശേഷിക്കുന്നത്. ഈ 80ാമത്തെ മന്ത്രം ആകുമ്പോൾ എങ്ങനെയാണ് ഓരോരുത്തരുടെയും നില ഞാനെന്ന് പറയുന്ന ഭാവത്തിൽ നിന്ന് തന്നിൽ തന്നെയുള്ള ആ താൻ ഭാവത്തിലേക്ക്, തന്നിലെ ഞാൻ ലിമിറ്റഡായി ഈ ശരീരത്തിൽ മാത്രം, എന്നാൽ ഈ ശരീരത്തിൽ മാത്രം ഞാനായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവാന്തര്യാമിയായ സർവേശ്വരനായിരിക്കുന്നു എന്ന അറിവിലേക്ക് ഉണരുകയാണ് വേണ്ടത്. അതാണ് ഈ 79 മന്ത്രങ്ങളിലൂടെയും നമ്മൾ വിശദീകരിച്ചത്. നിങ്ങൾ ഓരോരുത്തരും ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും സുഷുപ്തി അവസ്ഥയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സർവ്വതിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അത് ആണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ യഥാർത്ഥ ഞാൻ, അതായത് തന്നിലെ താൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആരാണോ ഈ ശരീരത്തിൽ സദാ ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നത്, അതാണ് മോക്ഷത്തിന് കാരണമാകുന്നത്. മോക്ഷം എവിടുന്ന് കിട്ടും? ഇവിടുന്ന് കിട്ടും, ഈ അറിവിൽ നിന്ന് കിട്ടും. ഇത് ആർക്കുമാകാം, വെദർ യു ആർ എ ഹിന്ദു ആർ എ ക്രിസ്ത്യൻ ആർ എ മുസൽമാൻ, ഒരു വ്യത്യാസവും അവിടെ ഇല്ല. മനുഷ്യ ശരീരത്തിലാണോ ജീവിക്കുന്നത് ആ ആൾക്ക് എത്രയോ കാലം കഴിഞ്ഞാണ് ഒരു മനുഷ്യ ശരീരത്തിൽ നമുക്ക് ജീവിക്കാൻ അവസരം കിട്ടുന്നത്. ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി നാം കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നു. എത്രയോ പ്രാവശ്യം മനുഷ്യ ശരീരത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ നമുക്ക് ഇത് കേൾക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. ഉപനിഷത്തുകൾ പറയുന്നത് ശ്രവണായപി ബഹുഭിർ യോ ന ലഭ്യഃ, കേൾക്കാൻ പോലും അവസരം കിട്ടുകയില്ല. പക്ഷേ നമുക്ക് നിരന്തരമായിട്ട് അത് കേൾക്കാൻ സാധിച്ചിരിക്കുന്നു. ആ കേട്ട കാര്യങ്ങൾ ഏതൊരാളാണോ തന്നിൽ സ്വാംശീകരിച്ച് താൻ ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലും സർവ്വശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചു നിൽക്കുന്ന സർവവ്യാപിയായ ആ ഈശ്വര ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധത്തിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിച്ചു നിർത്തുന്നത്, ഉയർത്തി നിർത്തുന്നത്, നിരന്തര വിചാരത്തിലൂടെ അതിൽ സ്ഥിരപ്പെടുത്തുന്നത്, ആ സ്ഥിരനില ജീവിച്ചിരിക്കുമ്പോൾ ആർക്കാണോ നേടാൻ സാധിക്കുന്നത് അയാൾക്ക് പുനർജന്മമില്ല. ദാറ്റ് ഈസ് മോക്ഷം. എവിടുന്നാണ് മോക്ഷം കിട്ടുന്നത്? നിങ്ങളിൽ നിന്ന്, അവരിൽ നിന്ന്, വേറെ ഒരു സ്ഥലത്തു നിന്നും കിട്ടുകയില്ല. ഈ കാര്യങ്ങൾ സത്സംഗത്തിലൂടെ കേട്ട് അറിയണം. അതുകൊണ്ടാണ് സത്സംഗത്തിന് ഇത്ര പ്രാമുഖ്യം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. എന്താ നിശ്ചലതത്വം? തന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം. അത് എത്രയെത്ര ശരീരങ്ങളിൽ കൂടി നമ്മൾ കടന്നു വന്നിട്ടുണ്ടോ എല്ലാത്തിനും സാക്ഷി, ഈ ജന്മത്തിനും സാക്ഷി, ഇതപര്യന്തമുള്ള സർവ്വജന്മങ്ങൾക്കും സാക്ഷി. ഈ ശരീരത്തിൽ വെച്ച് ഈ ജനിമൃതികളിൽ കൂടിയുള്ള ഈ സഞ്ചാരത്തെ നിർത്തിയിട്ടില്ലെങ്കിൽ, നിർത്തുന്നില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാ ജന്മങ്ങൾക്കും അത് സാക്ഷി. ഇനി നേരെ അടുത്തത് മനുഷ്യ ശരീരത്തിലേക്കായിരിക്കുമോ നിങ്ങളുടെ യാത്ര എന്ന് ചോദിച്ചാൽ അതൊക്കെ കർമ്മഫലാനുസാരം. ഇതപര്യന്തം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുള്ളപ്പോൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അനുഭവിച്ചു തീർത്തിട്ടില്ലാത്ത ഭാണ്ഡം,
സഞ്ചിത കർമ്മരൂപത്തിൽ നാം ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളതാണ് ഈ ജന്മത്തിൽ ജനനം മുതൽ മരണം വരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്രാരബ്ധ കർമ്മ. അതിൽ നമ്മൾ കണ്ടില്ല എന്തെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ശ്രീലങ്കയിൽ വെള്ളപ്പൊക്കമുണ്ടായി. എത്രയോ ആളുകൾ മരിച്ചു. 150 പരം ആളുകൾ മരിച്ചിരിക്കുന്നു. ഇനി എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ ആഴ്ച വലിയ 4 കെട്ടിടങ്ങൾ 10, 50, 60 നിലകളുള്ള കെട്ടിടങ്ങൾ നിന്ന് കത്തുകയായിരുന്നു. എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. അതിനകത്ത് ഇപ്പോഴും ആളുകൾ കത്തിക്കിടക്കുകയാണ്, എടുത്തിട്ടില്ല. കാരണം ആ കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല, അത്രമാത്രം ചൂട്. 4 വലിയ ഫ്ലാറ്റുകൾ, 10, 60, 70 നിലകളുള്ള ഫ്ലാറ്റുകൾ 4 എണ്ണം ഒന്നിച്ചു നിന്ന് കത്തി. അപ്പോൾ ദുരന്തങ്ങൾ അവിടെയൊക്കെ ജീവിച്ചു കൊണ്ടിരുന്ന ആളുകൾ അതിനകത്തു തന്നെ ഉണ്ടായിരുന്നെങ്കിൽ വെന്തൊടുങ്ങി. നമ്മുടെയും അവസ്ഥ അതുതന്നെയാണ്. ഏത് സാഹചര്യത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തും സംഭവിക്കാം, എവിടെയും സംഭവിക്കാം. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഇരുന്നു കൊണ്ട് ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കുന്നതിനുള്ള ഒരവസരം കിട്ടിയിരിക്കുകയാണ്. അതിനെ പാഴാക്കി കളയരുത്. ഈ നിമിഷം തന്നെ എപ്പോഴാണോ നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ തന്നെ അതിനെ സ്വായത്തമാക്കാം. അതിന് യാതൊരു ചെലവുമില്ലല്ലോ, ഒരു ചെലവുമില്ല. ഒരുത്തരുടെയും അനുവാദം ആവശ്യമില്ല. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയോ മക്കൾക്ക് അച്ഛൻ്റെയോ ഒന്നിൻ്റെയും അനുവാദം ആവശ്യമില്ല. ആരുടെയെങ്കിലും അനുവാദം ചോദിക്കാൻ നിങ്ങൾ പോയാൽ അനുവദിക്കുകയില്ല. കാരണം എല്ലാവരും സ്വാർത്ഥമതികളാണ്. കാര്യത്തോടടുക്കുന്ന അവസരത്തിൽ എല്ലാവരും സ്വാർത്ഥമതികളാണ്. അതുകൊണ്ട് അവരവരുടെ കാര്യം അവരവർ തന്നെ നോക്കണം. ഏതിൻ്റെ കാര്യം? മോക്ഷത്തിൻ്റെ കാര്യം. ബാക്കിയെല്ലാം നിങ്ങൾ കുടുംബത്തിൽ എല്ലാവരോടും ചേർന്ന് തന്നെ നിൽക്കണം. മോക്ഷം മാത്രം അവരവിടെ കപ്പനാപ്പന. ഞാൻ ഈ നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതം, ജാതി നീതി കുല ഗോത്രദൂരകം, നാമരൂപ ഗുണദോഷവർജിതം, ദേശകാല വിഷയാതിവർത്തി. അമേരിക്കക്കാരനായാലും റഷ്യക്കാരനായാലും ചൈനക്കാരനായാലും പാകിസ്ഥാൻകാരനായാലും ഇതുതന്നെയാണ് മാർഗം. പക്ഷെ അതൊന്നും അവർക്കറിയില്ല. ഈ അറിവ് ഈ ഭാരതത്തിൻ്റെ സ്വന്തമാണ്, ഭാരതത്തിൽ മാത്രമുള്ള അറിവാണ്. അതുകൊണ്ട് ഈ ഭാരതത്തിൽ ജനിച്ചിട്ടുള്ള ഓരോരുത്തരും പുണ്യാത്മാക്കളാണ്. ആയിട്ടും ഇപ്പോഴും നമ്മൾ ഈ അറിവിൻ്റെ ഉടമകളായിട്ടും നമ്മളിപ്പോഴും ശരീരാഭിമാനികളായി തന്നെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അണുവട മാറാൻ തയ്യാറല്ല, മാറ്റാൻ തയ്യാറല്ല. അത്രമാത്രം ശരീരാഭിമാനവുമായിട്ട് താദാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ബോധത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റേതുകളിൽ നാം ബന്ധപ്പെട്ടിരിക്കുന്നു, മമതാബന്ധത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ നിന്ന് വിട പറയുന്ന അവസരത്തിൽ ഈ മമതാബന്ധത്തിലുള്ള ആരുമായിട്ടും ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ഒരുത്തരും നിങ്ങളെ സഹായിക്കാനുണ്ടാവില്ല. നിങ്ങളെന്താണോ ആർജിച്ചിട്ടുള്ളത്, നിങ്ങളെന്താണോ നേടിയിട്ടുള്ളത്, അതുമാത്രമേ നിങ്ങളുടെ സഹായത്തിന് കൂടെ ഉണ്ടായിരിക്കൂ. ഈ അറിവ് നിങ്ങൾ സ്വായത്തമാക്കി നിങ്ങളിൽ അത് ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ അറിവ് നില അനുസരിച്ചായിരിക്കും നിങ്ങളുടെ അടുത്ത യാത്ര, ഈ ശരീരത്തിൽ നിന്നുള്ള മാറ്റം. വരാഹോപനിഷത്തിൽ പറയുന്ന മന്ത്രം നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം ആത്മന്യേവ ഭവേത് യസ്യ ന ഇച്ഛന്നപി മുച്യതേ. ഈ ശരീരമാണ് ഞാനെന്നുള്ള ബോധത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ എപ്പോഴാണോ ഈ ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് ഉണർന്ന് ഈ ശരീരമല്ല ഞാൻ,
ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി, കൃഷ്ണൻ പറയുന്നില്ലേ ഭഗവത്ഗീതയിൽ, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആത്മചൈതന്യം. പട്ടിയുടെയും പൂച്ചയുടെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും പാകിസ്ഥാൻകാരൻ്റെയും അറേബ്യയിലുള്ളവൻ്റെയും അമേരിക്കക്കാരൻ്റെയും നീഗ്രോകളുടെയും ഒക്കെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ ബലപ്പെടുത്തുന്നത്, സ്ഥിരപ്പെടുത്തുന്നത്, തൻ്റെ പ്രജ്ഞയെ അതിൽ സ്ഥിരപ്പെടുത്തുന്നത്, അവനെയാണ് സ്ഥിരപ്രജ്ഞൻ, സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ പറയുന്നത്. അത് വെറുതെ കേട്ടുകൊണ്ട് പോയാൽ മാത്രം പോരാ. ആ കേട്ട കാര്യങ്ങൾ ബോധിച്ച് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വേറെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കാം. മോക്ഷത്തിനുള്ള മാർഗം വേറെ എവിടുന്നെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾക്കെടുക്കാം. പക്ഷേ ഇവിടെ ഇതുണ്ട്, ഇത് നിങ്ങൾ കേൾക്കുന്നു. ആ ഭാവമാറ്റം, ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് ഈ ശരീരമല്ല ഞാൻ, ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി, ഐ എം ദാറ്റ്, ആ ബോധത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് മാറ്റി സ്ഥാപനം ചെയ്യണം. അത് അവരവരുടെ ജോലിയാണ്. ആർക്കാണോ അതിൽ ശ്രദ്ധയുള്ളത്, ആർക്കാണോ ആ നിലയിലേക്ക് ഉയരാൻ ഇച്ഛയുള്ളത്, അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ നിലയിലേക്ക് തൻ്റെ ശ്രദ്ധ പതിയും. അതെല്ലാം അവരവരുടെ ഇച്ഛാനുസാരം. അതാണ് ഇവിടെ പറയുന്നത്, ഈ മന്ത്രത്തിൽ പറയുന്നത്, ഗുണവൃത്തിത്രയം ഭാതി പരസ്പര വിലക്ഷണം സത്യാത്മലക്ഷണേ യസ്മിൻ സ ഏവാഹം നിരംശക. അംശങ്ങളായിട്ട് ഇരിക്കാത്ത പൂർണ്ണസ്വരൂപമായിട്ടിരിക്കുന്ന പൂർണ്ണസ്വരൂപം. എന്താ പൂർണ്ണസ്വരൂപം? എന്നിൽ ഞാനായിരിക്കുമ്പോൾ അംശം, എന്നിൽ താനായിരിക്കുമ്പോൾ പൂർണ്ണം. അതാണ് പൂർണ്ണമത പൂർണ്ണമിതം. അതും പൂർണ്ണം, ഇതും പൂർണ്ണം. ആ ബ്രഹ്മവും പൂർണ്ണം, ഞാനും പൂർണ്ണം, താനും പൂർണ്ണം, ഞാനും പൂർണ്ണം. അത് താൻ, തന്നിലെ താൻ, പൂർണ്ണമത പൂർണ്ണമിതം, ഈ ഞാനും പൂർണ്ണം. പക്ഷേ അത് ശരീരത്തിനകത്തിരിക്കുമ്പോൾ ഉപാധിസ്ഥമായിരിക്കുകയാണ്, അംശമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നിരംശക, അംശമല്ലാതിരിക്കുന്ന ആ പൂർണ്ണസ്വരൂപം. ആ പൂർണ്ണസ്വരൂപത്തിലാണ് ഈ ഗുണത്രയങ്ങൾ മുഴുവനും ഉള്ളതുപോലെ കാണപ്പെടുന്നത്. എന്താ? സത്വരജസ്തമോ ഗുണങ്ങൾ, അതാണ് ഗുണത്രയം. ഗുണവൃത്തിത്രയം ഭാതി പരസ്പര വിലക്ഷണം, പരസ്പര വിലക്ഷണങ്ങളായിട്ടുള്ള, ഒന്നുമായിട്ടും പൊരുത്തപ്പെടാതിരിക്കുന്ന ആ മൂന്ന് ഗുണങ്ങൾ. എല്ലാവരുടെയും ഉള്ളിൽ ആ മൂന്ന് ഗുണസ്വരൂപങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ ചേരുവയാണ് നിങ്ങളുടെ സർവകർമ്മങ്ങളും. അതനുസരിച്ചാണ്. അതിനെ ഏതൊരാളാണോ തിരിച്ചറിഞ്ഞ് ഈ ശരീരത്തിൽ അകത്തിരിക്കുമ്പോൾ തന്നെ വളരെ നിസ്സാരമല്ലേ, ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നിൽ സർവ്വതിനും സാക്ഷിയായിരിക്കുന്ന എൻ്റെ ഇന്നലകൾക്ക് മുഴുവനും, ഇന്നലെ എന്തെല്ലാം നടന്നു അതിന് എന്നിലെ താൻ സാക്ഷിയാണ്. മിനിഞ്ഞാന്ന്, 4-ാം നാൾ എന്തെല്ലാം നടന്നു, കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം, കുട്ടിക്കാലത്ത്, സ്കൂളിലെ പഠനകാലത്ത്, വിവാഹ സമയത്ത് ഏതെല്ലാം തരത്തിലുള്ള കർമ്മങ്ങൾ എന്നിലൂടെ നടന്നിട്ടുണ്ടോ അതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവനിലയിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, അതാണ് ആധ്യാത്മികത. അതിന് നിങ്ങൾ വേഷം മാറുകയോ കാഷായമിടുകയോ സന്യാസിയാവുകയോ ഒന്നും വേണ്ട. കുടുംബത്തിലിരുന്നു കൊണ്ട്, ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് തന്നെ ഇത് വളരെ നിസ്സാരമായിട്ട് നേടാം.
ശങ്കരാചാര്യസ്വാമികൾ ഏത് നിലയിൽ വിരാജിച്ചിരുന്നുവോ ആ നിലയിൽ ഏതൊരു ഗൃഹസ്ഥനും വിരാജിക്കാം, ഒരു സംശയവും വേണ്ട. അതെങ്ങനെ സ്വാമി? ഈ അറിവിലേക്ക് നിങ്ങളെ ഉയർത്തുക, അത്രയേ ഉള്ളൂ. ഈ അറിവിലേക്ക്. എന്താ അറിവ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസ്വ അവിനശ്യന്തം യപശ്യതി സപശ്യതി. നശ്വരമായ ശരീരത്തിനകത്തിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത അവിനാശിയായ ആ വസ്തുസ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അതിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ ഉറപ്പിക്കുന്നത് അവനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ആ ജീവൻ മുക്താവസ്ഥയെ പ്രാപിക്കാൻ നിങ്ങളെല്ലാവർക്കും യോഗ്യതയുണ്ട്. എല്ലാവരും യോഗ്യരാണ്. അതിന് ഗൃഹസ്ഥനെന്നോ വനസ്ഥനെന്നോ സന്യാസിയെന്നോ തപസ്വിയെന്നോ ഒരു വ്യത്യാസവുമില്ല. ജാതി മത പരിഗണനകൾക്ക് അതീതമായിട്ട് മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏവർക്കും ഈ അറിവ് നിലയിലേക്ക് ഉയരാനും അതിൽ സ്ഥിതി നേടാനും ഇനി ഇല്ലാത്ത ജനിമൃതികളിൽ നിന്ന് പൂർണ്ണമായ മോചനം നേടുവാനുള്ള അവസരം ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും പ്രകൃതിദത്തമായിട്ട് ലഭ്യമായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പാഴാക്കി കളയരുത്. ഏത് നിമിഷമാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തും സംഭവിക്കാം. ഒരു മഴ വന്നാൽ മതി, ഒരു കൊടുങ്കാറ്റ് വന്നാൽ മതി, എല്ലാം തകർന്നു പോകും. അതിനു മുൻപ്, ഈ ശരീരം വിടുന്നതിന് മുൻപ്, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഇതിനെ കേൾക്കാനുള്ള അവസരം കിട്ടുന്ന അവസരത്തിൽ അതിനെ പാഴാക്കി കളയാതെ ആ നിമിഷം തന്നെ അതിനെ ഉൾക്കൊണ്ട് തന്നിൽ സ്വാംശീകരിച്ച് സ്വയം ബോധിച്ച് നിരന്തര വിചാരത്തിലൂടെ മനനത്തിലൂടെ, അതാണ് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. പൂർണ്ണബോധം, ഈ അറിവ് പൂർണ്ണബോധമായിട്ട് തന്നിൽ സദാ നിലനിർത്തുന്നതിന്, സദാ ശിവസ്വരൂപമായിട്ട് മാറുന്നതിന്. സദാശിവം, ശിവം എന്ന് പറഞ്ഞാൽ ആ മംഗളസ്വരൂപം തന്നിലെത്താൻ, ഹിന്ദുവിലെത്താൻ, ക്രിസ്ത്യാനിയിലെത്താൻ, മുസൽമാനിലെത്താൻ, അതാണ് ശിവം, തന്നിലെത്താൻ. അത് ജാതി മത പരിഗണനയ്ക്ക് അതീതമായിട്ടുള്ള സ്വരൂപമാണ്, വസ്തുവാണ്. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഏതൊരാളാണോ ഈ ജീവിതത്തിൽ തൻ്റെ ശ്രദ്ധയെ അതിലേക്ക് മാറ്റുന്നത്, അതാണ് ഈ മന്ത്രം പറഞ്ഞത്. വരാഹോപനിഷത്തിൽ പറയുന്നത് യജുർവേദത്തിലുള്ളതാണ്. കൃഷ്ണ യജുർവേദത്തിലെ വരാഹോപനിഷത്ത് 2-ാം അധ്യായത്തിലെ 15-ാം മന്ത്രമാണ്. ദേഹാത്മജ്ഞാനവജ്ഞാനം, ദേഹാത്മജ്ഞാന ബാധകം. ഈ ദേഹമാണ് ഞാനെന്നുള്ള ആ ജ്ഞാനത്തിന് എന്താ ബാധകമായിത്തീരുന്നത്? ആത്മന്യേവ ഭവേത് യസ്യ. ഈ ശരീരമാണ് ഞാനെന്നുള്ള ബോധത്തെ മാറ്റി ഈ ശരീരമല്ല ഞാൻ, ശരീരത്തിനകത്തിരിക്കുന്ന ശരീരിയാണ് എന്ന അറിവിലേക്ക് ആരുടെ ശ്രദ്ധയാണോ മാറുന്നത്, അതിൽ ഉറയ്ക്കുന്നത്, അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും മോക്ഷം അവൻ ഉറപ്പാണ്. എനിക്ക് മോക്ഷം വേണ്ട എന്നൊന്നും പറഞ്ഞു നോക്കില്ല, അവൻ മോക്ഷത്തിലാണ്. ഞാൻ ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരിയാണ് എന്നുള്ള അറിവിലേക്ക് ആരാണോ ഉണർന്ന് നിരന്തര വിചാരത്തിലൂടെ അതിൽ ഉറപ്പ് നേടുന്നത്, അവന് മോക്ഷം വേണ്ട എന്ന് പറഞ്ഞാലും അവന് പിന്നെ ജന്മം ഇല്ല. ആ ജ്ഞാനത്തിലൂടെ ജന്മമില്ലാതിരിക്കുന്നതിന് കാരണമെന്താണ്? സഞ്ചിത ഭാണ്ഡം മുഴുവനും ഭസ്മീകരിക്കപ്പെടുന്നു, ഭസ്മമായിത്തീരുന്നു. ഏതിൽ? ജ്ഞാനാഗ്നിയിൽ. തൻ്റെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ഇതപര്യന്തം ഏതെല്ലാം ജന്മങ്ങളിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആ ഭാണ്ഡം, സഞ്ചിത കർമ്മ ഭാണ്ഡം, ഈ ജ്ഞാനമാകുന്ന അഗ്നിയിൽ
ചാമ്പലായി പോകുന്നു, ദഹിച്ചു പോകുന്നു. അതുകൊണ്ട് അവന് പുനർജന്മമില്ല. ഈ ജന്മത്തിൽ ഈ അറിവുണ്ടായി ആ നിലയിലേക്ക് ഉയർന്നയാളാണെങ്കിലും ഈ ജന്മത്തിൽ റോഡിൽ കിടന്ന് അടി കൊള്ളേണ്ട പ്രാരബ്ധ കർമ്മത്താൽ അടി കൊള്ളേണ്ട വിധിയുണ്ടെങ്കിൽ അടി കിട്ടിയിരിക്കും. അതുകൊണ്ട് അവൻ്റെ ആ മോക്ഷ നിലയ്ക്ക് ഒരു ഭംഗവും ഉണ്ടാവില്ല. അടി കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഈ ജന്മത്തിൽ ജനനം മുതൽ മരണം വരെ ഇന്ന രീതിയിൽ ജീവിക്കണം എന്നുള്ള പ്രാരബ്ധ കർമ്മം അനുഭവിക്കുന്നതാണ്. അത് അനുഭവിച്ചു തന്നെ തീർക്കണം. ഇതിനിടയ്ക്ക് അവൻ ഈ അറിവിലേക്ക് ഉണർന്ന് നിരന്തര വിചാരത്തിലൂടെ ഇനി ജന്മമില്ലാത്ത ആ അവസ്ഥയിലേക്ക് ഉയർന്ന് ജീവൻ മുക്താവസ്ഥയിലെത്തിക്കഴിഞ്ഞാലും ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വിദേഹമുക്തൻ, വിദേഹമുക്തി. അതെന്താണ്? ഈ ദേഹമേ ഞാനല്ല, ദേഹിയാണ് ഞാൻ എന്നുള്ള അറിവിലേക്ക് ഉണർന്നാൽ അവന് ശരീരമുണ്ടെങ്കിലും അവന് ശരീരമില്ല. അവനെയാണ് വിദേഹമുക്തൻ എന്ന് പറയുന്നത്. ഈ ദേഹമല്ല ഞാൻ. നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ, സർവസാരോപനിഷത്തിൽ പറയും. നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ. സർവസാരോപനിഷത്തിലും ഉണ്ട്, അതുപോലെ തന്നെ ഋഭുഗീതയിലും ഉണ്ട്. ഋഭുഗീത ഞാൻ എടുത്ത് നോക്കിയിട്ട് നിങ്ങളിവിടെ അദ്വൈതാനുഭൂതിയെക്കുറിച്ച് ഏതാണ്ട് 80ാമത്തെ മന്ത്രത്തിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇതുവരെ വിചാരം ചെയ്തിട്ടുള്ളത് ഈ ഒരു വസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് അടുത്ത 4 മന്ത്രങ്ങൾക്ക് ശേഷം എന്തു വേണം എന്നുള്ള ഒരാലോചന വന്നപ്പോൾ, എന്തു വേണം എന്നുള്ളത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇനി കേൾക്കാൻ കൊള്ളാവുന്നുള്ളത് ഈ ചീള് കേസുകളൊന്നും ഇനി നിങ്ങൾക്ക് പറ്റില്ല. ഋഭുഗീത നല്ലതാണ്. ഋഭുഗീത, ഋഭു നിധാകന് ഉപദേശിക്കുന്നത്. അതിനകത്തും പറയുന്നു, നമേ ജാതിർ നമേ വർണ്ണ നമേ ശ്രോത്രം നമേ ക്വചിത് നമേ ബാഹ്യം നമേ ബുദ്ധി സ്ഥാനം വാപി നമേ വയഃ. ഇതൊന്നും എനിക്കില്ല. അപ്പം ആ ഋഭുഗീതയിലെ ജ്ഞാനനില നേരത്തെ ആ സർവസാരോപനിഷത്തിൽ പറഞ്ഞതുപോലെ ഏതാ, ഞാൻ ജനിച്ചിട്ടേ ഇല്ല, എനിക്ക് ശരീരമേ ഇല്ല. എന്തുകൊണ്ടാണ് എനിക്ക് ശരീരമേ ഇല്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? ശരീരമുള്ളപ്പോൾ ഒരാൾ പറയുന്നു എനിക്ക് ശരീരമേ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്? അയാൾ ബോധിച്ചു, ഞാൻ ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരിയാണ് എന്ന അറിവിലേക്ക് ഉണർന്ന് അതിൽ സ്ഥിതി നേടി. അപ്പോൾ അവന് ശരീരമുണ്ടെങ്കിലും അവനറിയാം എനിക്ക് ശരീരമില്ല, ഞാൻ ശരീരമല്ല, ഞാൻ ശരീരിയാണ് എന്ന അറിവ് നിലയിൽ ആരാണോ ഉറച്ചിരിക്കുന്നത് അവന് പറയാം നമേ ദേഹോ ജന്മമൃത്യു കുതോമേ. പിന്നെ എനിക്ക് എവിടുന്നാണ് ജന്മം? എവിടെയാണ് ഞാൻ ജനിക്കാൻ പോകുന്നത്? എവിടെയാണ് എനിക്ക് മരണം? പ്രാരബ്ധാനുസാരം ഈ ശരീരത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം വരുമ്പോൾ നമേ ദേഹോ ജന്മമൃത്യു കുതോമേ എന്ന് പറയുന്ന ആ വിദേഹമുക്തൻ അല്ലെങ്കിൽ ജീവൻ മുക്തൻ അയാളും മരിക്കും. അയാൾ എന്താ പാടിക്കൊണ്ടിരുന്നത്? നമേ ദേഹോ ജന്മമൃത്യു കുതോമേ. പിന്നെ എങ്ങനെ എനിക്കെങ്ങനെയാണ് മരണം? അപ്പം മരിക്കുന്ന അവസരത്തിൽ അയാളുടെ ശരീരത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ ആളുകൾ കൂടെ നിന്ന് പറയും, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനല്ലേ, നമേ ദേഹോ ജന്മമൃത്യു കുതോമേ, മരിച്ചു കിടക്കുന്നു. അപ്പോൾ സ്വാമി പറഞ്ഞത് സത്യമല്ലല്ലോ? സത്യമാണ്. എന്തുകൊണ്ട് സത്യമാണ്? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ ഉദ്ധരിപ്പിച്ചു, ഉയർത്തിക്കഴിഞ്ഞു. അയാൾ തന്നിലെ താനായിട്ട് മാറി, ഈശ്വരനായിട്ട് മാറി.
ബ്രഹ്മമായിട്ട് മാറി. ഞാൻ, താൻ, ബ്രഹ്മം എല്ലാം ഒന്നാണ്. ആ ബ്രഹ്മം മായോപഹിതമായി തീരുമ്പോൾ, മായയുമായിട്ട് ചേരുമ്പോൾ ഈശ്വരനായിട്ട് മാറുന്നു. മായയാകുന്ന ഉപാധിയുമായിട്ട് ബ്രഹ്മം ചേർന്നിരിക്കുമ്പോൾ ആ നിലയാണ് ഈശ്വരനില, ഈശ്വരൻ എന്ന് പറയുന്നത്. അതേ ബ്രഹ്മം അജ്ഞാനമാകുന്ന ഉപാധിയുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ജീവഭാവത്തിലിരിക്കുന്നു, ജീവനായിട്ട് അറിയപ്പെടുന്നു. നമ്മളെല്ലാം ആ അവസ്ഥയിലാണ്. അജ്ഞാനമാകുന്ന ഉപാധിയോടുകൂടി. എന്താ അജ്ഞാനം? ഞാൻ ഈ ശരീരമാകുന്നു എന്നുള്ള അറിവ് നില തന്നെയാണ് അജ്ഞാനം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആരാണോ ആ അറിവിലേക്ക് ഉണർന്ന് ഈ ശരീരമല്ല ഞാൻ, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരിയാണ് എന്നുള്ള ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധനിലയിൽ തൻ്റെ ശ്രദ്ധയെ സ്ഥാപിച്ച് നിരന്തര വിചാരത്തിലൂടെ, അതിൽ മാത്രമേ, അങ്ങനെ മാത്രമേ അത് ഉറയ്ക്കൂ. നിരന്തര വിചാരത്തിലൂടെ ഏതൊരാളാണോ അതിൽ തൻ്റെ ശ്രദ്ധയെ ഉറപ്പിക്കുന്നത്, അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജന്മമില്ലാത്ത നിലയിലേക്ക് തന്നെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. പഞ്ചദശിയിൽ വിദ്യാരണ്യസ്വാമികൾ പറയും, തത്ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം ഏതദേകപരത്വം ബ്രഹ്മാഭ്യാസം വിദുർബുധാഹ. ബ്രഹ്മാഭ്യാസം. എന്താ ബ്രഹ്മാഭ്യാസം? ഏതൊന്നിനെയാണോ കേട്ടത്, എന്താ കേട്ടത്? നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനെന്ന് പറയുന്നത് ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി. അതിനെ തന്നെ നിരന്തരമായിട്ട് തത്ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം. കൂട്ടുകാരോടൊപ്പം നമ്മുടെ മക്കളുണ്ടെങ്കിൽ മക്കളെ കൂടെ ഈ നിലയിലേക്ക്, ആ അറിവ് നിലയിലേക്ക് ഉയർത്തണമെങ്കിൽ അവരോട് ഈ മല്ലമ്പിള്ള ആന കുത്തിക്കൊന്ന കഥയൊക്കെ പറയുന്നതിന് പകരം ഇതങ്ങോട്ട് പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുക്കണം. മക്കളെ വിളിച്ചുരുത്തി, ഇതാണടാ നീ, ഇതാണ് നിൻ്റെ സ്വരൂപം, നിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ തത്വത്തെ, നിൻ്റെ ഉള്ളിലിരിക്കുന്ന നിന്നെ നീ കാണണം. അവന് കാണിച്ചു കൊടുക്കണം. മക്കൾക്ക് കാണിച്ചു കൊടുക്കണം, സഹോദരങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം, അച്ഛനോ അമ്മയ്ക്കും കാണിച്ചു കൊടുക്കണം. അവരൊക്കെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്നു. വാർദ്ധക്യത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന അവർക്കും ഈ അറിവ് കൊടുക്കണം. നിങ്ങൾക്കെല്ലാം ഓരോ ഗുരുവായിട്ട് മാറാൻ സാധിക്കും. കാരണം എന്താ? ഈ അറിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അതിൽ ബലം നേടണം. ആ ബലം നേടുന്നത് എങ്ങനെയാണ്? തത്ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം. കൂട്ടുകാരോടൊപ്പം അത് തന്നെ പറയുക, നിരന്തരമായിട്ട് വിചാരം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഏതദേകപരത്വം, അതിൽ ഏകീഭവിക്കുക. ബ്രഹ്മാഭ്യാസം വിദുഹു. ഒന്നും കാണാതെ പഠിക്കാനില്ലല്ലോ. നിങ്ങളുടെ ജോലിയൊക്കെ കളഞ്ഞിട്ട് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കാനൊന്നും പറയുന്നല്ലോ. ഈ കേട്ട കാര്യങ്ങൾ നിരന്തരമായിട്ട് ഓർക്കുക. യേസ് ഐ എം ദാറ്റ്, സഹ അഹം, സോഹം സോഹം സോഹം. ആ മന്ത്രം മാത്രം ഉരുവിട്ടാൽ മതി. സോഹം. ആ മന്ത്രം ഉരുവിടുമ്പോൾ ഈ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഞാൻ അതാവുന്നു, നോട്ട് ദിസ്. ഈ കുട്ടപ്പനല്ല ഞാൻ, ഈ വസുമതി അല്ല ഞാൻ, ഈ ബഷീർ അല്ല ഞാൻ, ഈ ഔസേപ്പ് അല്ല ഞാൻ. ജാതി നീതി കുലഗോത്ര ദൂരകം ആയിട്ടുള്ള ആ ശുദ്ധസ്വരൂപം എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. പട്ടിയിലും പൂച്ചയിലും. വിദ്യാവിനയസമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വഭാഗേച പണ്ഡിത സമദർശിന. പണ്ഡിത. ആരാ പണ്ഡിതൻ? ഈ അറിവിലേക്ക് ഉണർന്നവൻ. ഈ നാമരൂപധാരിയായ ഞാനല്ല. ഈ ശരീരത്തിൽ ഏതൊന്നുള്ളത് കൊണ്ടാണോ ഈ ശരീരം നിലനിൽക്കുന്നത്, പ്രകാശിക്കുന്നത്, ആ പ്രകാശസ്വരൂപം, ആ ജ്യോതി സ്വരൂപം, ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ വേണ്ടിയാണ് ആ മന്ത്രം സോഹം സഹ അഹം. അത് ഞാനാണ്, അവൻ ഞാനാണ്. എൻ്റെ ഉള്ളിലിരിക്കുന്ന അത്, ആ ശുദ്ധ സ്വരൂപം, തന്നിലെ സാക്ഷി ചൈതന്യം, തന്നിലെ താൻ, അതാണ് ഞാൻ എന്നാണ് നിങ്ങൾ വിചാരം ചെയ്യുന്നത്. അതാണ് ആ മന്ത്രത്തിലൂടെ ധ്വനിക്കേണ്ടത്,
പുരിക്കേണ്ടത്, ഭാവിക്കേണ്ടത്. ഭാവന കൂടാതെ ഒന്നും പറ്റില്ല. യദ്ഭാവോ തദ്ഭവതു. ഏതു ഭാവമാണോ നിങ്ങളിലുള്ളത് അതനുസരിച്ച് നിങ്ങളായിത്തീരും. ഇല്ലാതെ കഠിനമായ കർമ്മങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. അറിവ് നേടുക, ആ അറിവിലേക്ക് ഉണരുക. ആ മന്ത്രം പഞ്ചദശിയിലുള്ളതാണ്. വിദ്യാരണ്യസ്വാമികൾ. ഇതാണ് ഭജന. ഇതാണ് ഭജന. കുറേ പാട്ടുകൾ കുത്തിയിരുന്ന് പാടുന്നതല്ല. ഈ അറിവിലേക്ക് ആരാണ് ഭജിക്കുന്നത്? ഞാൻ അതാണ്, ഇതല്ല, ഇതിനകത്തിരിക്കുന്നത് ഐ എം ദാറ്റ്. ശിവോഹം ശിവോഹം ശിവോഹം. സദാ ആ മന്ത്രം നിങ്ങളുടെ ഉള്ളിലിരുന്ന് ധ്വനിച്ചുകൊണ്ടേയിരിക്കണം. അല്ലേ? വിദ്യാരണ്യസ്വാമികൾ അല്ല, വിദ്യാരണ്യസ്വാമികളാണോ? വിദ്യാരണ്യസ്വാമികൾ എവിടെയോ മുറിക്കകത്ത് താമസിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടാളി പൂരൻ സിംഗ് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കയറി വന്നു. അപ്പോൾ ആ മുറിയിൽ നിന്നും മന്ത്രധ്വനി മുഴങ്ങുന്നു. അപ്പോൾ പൂരൻ സിംഗ് അവിടെ നോക്കിയപ്പോൾ അദ്ദേഹം ഉറങ്ങിക്കിടക്കുകയാണ്. വിദ്യാരണ്യസ്വാമികളാണെന്ന് തോന്നുന്നു. തപോവന സ്വാമികൾ, സ്വാമി രാമ. യെസ്, അവിടെ രാമയുണ്ടോ? അത് തെറ്റായിട്ട് വരുന്നു. സ്വാമി രാമയുമുണ്ട്, രാമതീർത്ഥരുമുണ്ട്, രണ്ടുപേരുണ്ട്. സ്വാമി രാമതീർത്ഥരെയാണ് സാധാരണ. അപ്പോൾ ഈ സ്വാമി രാമതീർത്ഥർ അദ്ദേഹത്തെ തന്നെ പറയാം. വേറൊരു രാമയുമുണ്ട്. അപ്പോൾ രാമതീർത്ഥരുടെ മുറിയിൽ നിന്ന് ഈ മന്ത്രധ്വനി മുഴങ്ങുന്നത് കൊണ്ട് പൂരൻ സിംഗ് അവിടെയൊക്കെ നോക്കിയപ്പോൾ രാമതീർത്ഥരെ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ആരാണ്? അകത്തെ മുറിയിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ച് അകത്തെ മുറികൾ ഓരോന്നായിട്ട് കയറി നോക്കി. അവിടെയൊന്നും ആരുമില്ല. ആരെങ്കിലും ആ മന്ത്രം ജപിക്കുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ ആരും ആ മുറിക്കകത്ത് ഇല്ല. അടുത്ത മുറികളിലുമില്ല. അദ്ദേഹം പൂരൻ സിംഗ് മുറിക്കകത്തേക്ക് കയറി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിനടുത്തേക്ക് വന്നപ്പോൾ ആ മന്ത്രധ്വനി കൂടുതൽ കൂടുതൽ ശക്തമായി കേൾക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ആ ശരീരത്തിൻ്റെ അടുത്ത് ചെന്ന് കാതു വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നാണ് അത് മുഴങ്ങുന്നത്. അത് ഏത് മന്ത്രമാണെന്ന് ചോദിച്ചാൽ ഓങ്കാരമാണെന്ന് വിചാരിച്ചോളൂ. അദ്ദേഹത്തിൻ്റെ മന്ത്രം, ആ ഓങ്കാര ജപം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ ഓങ്കാര ജപം എന്ന് പറഞ്ഞാൽ തൻ്റെ ശ്രദ്ധയെ അതിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാഹ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആരാണോ അന്യചിന്തകൾ കൂടാതെ എന്നെ തന്നെ നിരന്തരം വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റി കൊടുക്കും. പക്ഷെ അവൻ്റെ ചിന്ത എങ്ങനെയായിരിക്കണം? അനന്യചിന്തയായിരിക്കണം. മറ്റൊന്നിലും ശ്രദ്ധ പോകാതെ ആരാണോ സദാസമയവും ഏതൊരു കാര്യത്തിലാണോ തൻ്റെ ശ്രദ്ധയെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. പൂരൻ സിംഗ് രാമതീർത്ഥർ തൻ്റെ മന്ത്രത്തിൽ തന്നെ ആ മന്ത്രം മാനസികമായിട്ട് ജപിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാണ് അജപാമന്ത്രം എന്ന് പറയുന്നത്. തൻ്റെ ഉള്ളത്തിൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞു. ഉള്ളം അത് താനേ ജപിച്ചു കൊണ്ടിരിക്കുന്നു. ആ തരത്തിൽ നിങ്ങളുടെ ഉള്ളിലും ഈ മന്ത്രം മുഴങ്ങട്ടെ. ഏതു മന്ത്രം? സോഹം. സോഹം എന്ന് പറഞ്ഞാൽ സഹ അഹം, അത് ഞാനാകുന്നു. അല്ലെങ്കിൽ ശിവോഹം. ശിവോഹം. ഒരാൾ ഫോൺ വിളിച്ച് ചോദിച്ചു, ഞാൻ നാരായണനെയാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്, നാരായണ മന്ത്രമാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞാൽ മതിയോ എന്ന് ഒരാൾ ചോദിച്ചു. ഓക്കെ, ആ നാരായണ മന്ത്രം നിങ്ങൾ ജപിക്കുമ്പോൾ ആ നാരായണൻ തന്നെയാണ് തന്നിൽ താനായിരിക്കുന്നത് എന്ന ബോധത്തിലേക്ക് നിങ്ങൾ ഉണർന്നിരിക്കണം. നിങ്ങൾ ശിവോഹമെന്ന് പറയുമ്പോൾ ആ ശിവമെന്ന് പറയുന്നത് തന്നിലെ താനാണെന്ന ബോധത്തിലേക്ക് നിങ്ങൾ ഉണർന്നിരിക്കണം. നിങ്ങളേത് മന്ത്രവും ചൊല്ലിക്കോളൂ, ആ ദേവൻ തന്നിലെ താനായിട്ട് ഇരിക്കണം. അതാണ് നേരത്തെ പറഞ്ഞ മന്ത്രം. എന്താ മന്ത്രം പറഞ്ഞത്? ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാന ബാധകം ആത്മന്യേവ ഭവേത് യസ്യ ന ഇച്ഛന്നപി മുച്യതേ.
അവൻ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ പോലും, ആഗ്രഹിക്കാതിരുന്നാൽ പോലും അവന് പുനർജന്മമില്ല, ഉറപ്പ്. ഈ ജന്മത്തിൽ ആരാണോ ഈ അറിവ് നിലയിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉയർത്തി അതിൽ സ്ഥിരപ്പെടുത്തുന്നത്, അതാണ് മോക്ഷനില. മോക്ഷം ഈ ജന്മത്തിൽ തന്നെ നേടാം, നിങ്ങൾക്ക് പുനർജന്മം ഇല്ല. അതിന് നല്ല സ്വഭാവങ്ങളുണ്ടായിരിക്കണം, സദ്ഗുണങ്ങളുണ്ടായിരിക്കണം. ഒരു ട്രെയിൻ യാത്രയിൽ, ധാരാളം ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ട്രെയിൻ യാത്രയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സ്ത്രീ ആ ട്രെയിനിനകത്ത് കയറി. എത്രയോ ദൂരം നടന്നു വന്ന ഒരു സ്ത്രീ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ 10-20 മൈലുകൾ നടന്നു വന്നാലേ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്താൻ സാധിക്കൂ. അങ്ങനെ 10-20 മൈലുകൾ നടന്ന് ഓടി തളർന്ന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിന്നപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീ കയറിയപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒന്നിരുന്നാൽ മതി. ആ ട്രെയിനിനകത്ത് കൂടി നടന്നു പോയപ്പോൾ ഒരു സീറ്റ് പോലും ഒഴിവില്ല. അതിനകത്ത് നിറച്ച ആളുകളും, ആരും അവർക്ക് ഒരു സീറ്റ് കൊടുക്കുന്നില്ല. അങ്ങനെ വളരെ വിഷണ്ണയായിട്ട് ആ സ്ത്രീ ഒരു സീറ്റിൻ്റെ സമീപത്ത് നിന്ന് ഇങ്ങനെ ചാരി നിന്നപ്പോൾ ആ സീറ്റിനടുത്തിരുന്ന ഒരാൾ എഴുന്നേറ്റ് ആ സ്ത്രീയെ അവിടെ പിടിച്ചിരുത്തി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിന്ന് അവരുടെ സീറ്റിലിരിക്കാനായിട്ട് അവരാവശ്യപ്പെട്ടു. ഈ എഴുന്നേറ്റ് കൊടുത്ത ആൾ, അപ്പോൾ ആ ഇരുന്ന ആളുകൾ മുഴുവനും പട്ടാളക്കാരായിരുന്നു. ആ പട്ടാളക്കാരുടെ തലവനാണ് എഴുന്നേറ്റ് കൊടുത്തത്. പട്ടാളക്കാരൻ എഴുന്നേറ്റ് പട്ടാളക്കാരുടെ ജനറൽ എഴുന്നേറ്റ് കൊടുത്തപ്പോൾ, ആ സ്ത്രീയെ അവിടെ പിടിച്ചിരുത്തിയപ്പോൾ മറ്റുള്ള പട്ടാളക്കാർക്ക് മുഴുവനും അതൊരു വേദനയായിട്ട് മാറി. അവരെല്ലാവരും എഴുന്നേറ്റ് അവരുടെ സീറ്റ് കൊടുക്കാൻ തയ്യാറായി. അവരുടെ സീറ്റിൽ ഈ ജനറലിനെ ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ജനറൽ പറഞ്ഞു, ഇത്രയും വിഷമിച്ച ഒരു സാധുവായ സ്ത്രീ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു സീറ്റ് കൊടുക്കാൻ തോന്നിയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ തരുന്ന ആ സീറ്റ് എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് ജനറൽ അവിടെ തന്നെ നിന്നു. ഇതുപോലെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും സദ്ഗുണസമ്പന്നമായിരിക്കണം. അതാണ് സാത്വിക പ്രകൃതി. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഗുണവൃത്തിത്രയം. ഏതൊന്നിലാണോ ഈ 3 ഗുണവൃത്തികളും ഉള്ളതുപോലെ കാണപ്പെടുന്നത്, ഗുണവൃത്തിത്രയം ഭാതി പരസ്പര വിലക്ഷണം സത്യാത്മലക്ഷണേ യസ്മിൻ സ ഏവാഹം നിരംശകഃ. ഏതൊന്നിലാണോ ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ വൃത്തികളെല്ലാം ഇങ്ങനെ കാണപ്പെടുന്നത്, ഉള്ളതുപോലെ കാണപ്പെടുന്നത്, ആ ഉള്ള വസ്തു ഏതൊന്നിലാണോ കാണപ്പെടുന്നത്, ആ നിരംശക സ്വരൂപം, അംശങ്ങളായിട്ട് മാറിയിട്ടില്ലാത്ത ആ പൂർണ്ണ സ്വരൂപത്തിൽ, ആ പൂർണ്ണ സ്വരൂപമാണ് ഞാൻ. അതാണ് അറിവ്. ഈ അറിവാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. ഞാനെന്ന് പറയുന്നത് ആ പൂർണ്ണ സ്വരൂപം. ഏത്? എന്നിലെ സാക്ഷി സ്വരൂപം. എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷി സ്വരൂപം, ആ ഈശ്വര ചൈതന്യം. യോ മാം പശ്യതി സർവത്ര സർവം ച മയീ പശ്യതി തസ്യാഹം ന പ്രണശ്യതി. എന്നെ എന്ന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുമ്പോൾ ആ ഞാൻ ആരാണ്? ആത്മചൈതന്യം. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മദ്യം ച ഭൂതാനാം അന്ത ഏവ ച. ആ ആത്മചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് നിങ്ങൾ ഓരോരുത്തരും ബോധിച്ച് അറിഞ്ഞ് ആ അറിവ് നിലയിൽ നിങ്ങളിൽ ഉണർന്ന് ആ ഉണർവിനെ നിങ്ങൾ ബലപ്പെടുത്തണം നിരന്തര വിചാരത്തിലൂടെ. ഐ എം ദാറ്റ്. സ്വയം തന്നെ ബോധിപ്പിക്കണം.
ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ നായരോ ഈഴവനോ ബ്രാഹ്മണനോ ചെട്ടിയോ ചോവനോ ഒന്നുമല്ല ഞാൻ. അത് ഇതിനെല്ലാം അപ്പുറമായിട്ടുള്ള, ഇതൊന്നും ബാധിക്കാത്ത, ഈ ഭാവനകളൊന്നും അതിലില്ല. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യദ്ബ്രഹ്മ. ആ ബ്രഹ്മസ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ. നോട്ട് ദ ഞാൻ. ഞാനിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കണം എത്രയും പെട്ടെന്ന്, ഇപ്പോൾ തന്നെ. ഒരുത്തരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കരുത്. ഞാനല്ല നിങ്ങളിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സർവശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ വസ്തുവിനെ, നാമരൂപരഹിതമായ ആ വസ്തുവിനെ നിങ്ങളിൽ കാണണം. അതില്ലേ നിങ്ങളിൽ? അതല്ലേ നിങ്ങളിലുള്ളത്? അതല്ലേ നിങ്ങളിലെ താൻ? അതല്ലേ നിങ്ങളിലെ സാക്ഷി ചൈതന്യം? അതിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ജ്ഞാനമാകുന്ന നേത്രം തുറക്കണം. തേജോബിന്ദു ഉപനിഷത്തിൽ പറയുന്ന മന്ത്രം, ദേഹത്രയ വ്യതിരിക്തോഹം ശുദ്ധ ചൈതന്യമസ്മ്യഹം ബ്രഹ്മാഹം ഇതി യസ്യാന്ത സ ജീവൻ മുക്ത ഉച്യതേ. അവനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ദേഹത്രയ വ്യതിരിക്തോ അഹം. ദേഹത്രയം ഏതാണ്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം നിങ്ങളിലുള്ളത്. ദേഹത്രയ വിരക്തോ അഹം ശുദ്ധ ചൈതന്യം അസ്മ്യഹം. ശുദ്ധ ചൈതന്യം, ആ സാക്ഷി സ്വരൂപം, അതിനെയാണ് ബ്രഹ്മം. ബ്രഹ്മാഹം ഇതി യസ്യ അന്തഃ. അന്തർഭാഗത്ത്, തൻ്റെ ഉള്ളിൽ ആർക്കാണോ ഈ ബോധം സദാ ഉള്ളത്, സ ജീവൻ മുക്ത ഉച്യതേ. തേജോബിന്ദു ഉപനിഷത്ത് പറയുന്നത് അത് കൃഷ്ണ യജുർവേദത്തിലുള്ളതാണ്. അതുപോലെ ശുക്ല യജുർവേദത്തിൽ വരുന്ന മറ്റൊരു മന്ത്രം, സ്വാത്മന്യേവ സദാ സ്ഥിത്യ മനോ നശ്യതി യോഗിന. യോഗികളുടെ മനസ്സ് ഇല്ലാതാകണം. എല്ലാത്തിനും മനസ്സാണല്ലോ കാരണം. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. ബന്ധത്തിനും കാരണം മനസ്സാണ്, മോക്ഷത്തിനും കാരണം മനസ്സാണ്. ആ മനസ്സ് ഇല്ലാതാകണമെങ്കിൽ എന്തു ചെയ്യണം? ശുക്ല യജുർവേദത്തിലെ മന്ത്രം പറയുന്നത്, സ്വാത്മന്യേവ സദാ സ്ഥിത്യ മനോ നശ്യതി യോഗിന. യോഗികളുടെ. ആരാ യോഗി? ഏതൊരാളാണോ ഈ അറിവിലേക്ക് ഉണർന്ന് ഞാൻ അതാണെന്ന് ബോധിച്ച് അതുമായിട്ട് തൻ്റെ ശ്രദ്ധയെ യോജിപ്പിക്കുന്നത്, അവനെയാണ് യോഗി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കുമാകാം ആ യോഗിയായിട്ട്. ആ യോഗ നിലയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഉയർത്താം. ഇപ്പോൾ ഇവിടെ വച്ച് നിങ്ങൾക്ക് ഉയർത്താം. സ്വയം പ്രഖ്യാപിക്കാം, യെസ്, ഇനി മുതൽ ഞാൻ യോഗിയാണ്. യോഗിനി വിമല, യോഗിനി കാമാക്ഷി. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പക്ഷേ പറയുമ്പോൾ ആ അറിവ് നിലയിൽ നിങ്ങൾ ഉറപ്പ് നേടണം. എന്താ അറിവ് നില? ഈ നാമരൂപധാരിയായ കമലാക്ഷി അല്ല ഞാൻ. നാമരൂപരഹിതമായി എന്നിലും അവനിലും അവളിലും, ഹിന്ദുവിലും ക്രിസ്ത്യാനികളിലും പട്ടിയിലും പൂച്ചയിലും കൂടി കടന്നു പോകുന്ന സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ പരമേശ്വര ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, ആ ഈശ്വര ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന അറിവ് നിലയിലേക്ക് ഉണർന്ന് അതുമായിട്ട് ആർക്ക് തൻ്റെ ശ്രദ്ധയെ സദാ യോജിപ്പിച്ച് നിർത്താൻ സാധിക്കുന്നുവോ അവനാണ് യോഗി. അത് നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ നിങ്ങൾക്ക് പേരിടാം. യോഗി കുട്ടപ്പൻ, യോഗി അപ്പുക്കുട്ടൻ, യോഗി ഔസേപ്പ്, യോഗി ബഷീർ. സ്വാമി, മുസ്ലിമുകൾക്ക് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇതെല്ലാം വെറും ഭാവങ്ങൾ മാത്രമല്ലേ? വെറും ഭാവനകൾ മാത്രമല്ലേ? ആ ഉള്ളിലെ സത്യം എന്താണ്? ആ തത്വം, തന്നിലെ താൻ, അത് ഹിന്ദുവുമല്ല, ക്രിസ്ത്യാനിയുമല്ല, മുസൽമാനുമല്ല. നാമരൂപരഹിതം
ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാധിവർത്തി. അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മോദിയിലും കൂടി കടന്നു പോകുന്ന, സർവ്വചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ചൈതന്യം എന്നിൽ കൂടിയും കടന്നു പോകുന്നു എന്ന് ബോധിച്ച് നിങ്ങൾ അതിൽ പിടിമുറുക്കണം. ഐ എം ദാറ്റ്. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. ഇവിടെ അദ്വൈതാനുഭൂതിയിലിരുന്നിട്ട് ഇത്രയും കേട്ടിട്ടും ആ അറിവിലേക്ക് നിങ്ങൾക്ക് ഉണരാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വളരെ മോശമാണ്. ആരെങ്കിലും കേട്ടാൽ അല്ലേ, അങ്ങനെ ഇടയാകരുത്. ഈ അറിവ് നിലയിലേക്ക് ഉയരാനായിട്ട് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. എല്ലാവരുടെയും തിരിച്ചറിവ് മാത്രം മതി. തിരിച്ചറിവ്. ചൂടുവെള്ളം, തിളച്ച വെള്ളത്തിലേക്ക് നിങ്ങൾ കൈ മുക്കുമോ? മുക്കുകയില്ല. എന്തുകൊണ്ട്? ചൂടാണ്, തിളച്ചിരിക്കുന്നു. തിരിച്ചറിവ്, കൈ മുക്കുകയില്ല. അതുപോലെ തിരിച്ചറിവ്. ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ സദാസമയവും തന്നെ നിലനിർത്തണം. അതാണ് ആ മന്ത്രം സോഹം സോഹം സോഹം. സോഹം എന്ന മന്ത്രം ജപിക്കുമ്പോൾ ആ ഭാവം നിങ്ങളിൽ അങ്ങനെ പ്രകാശിച്ചു നിൽക്കണം. ഇല്ലാതെ ചുമ്മാ ചോകം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും കിട്ടത്തില്ല. ഈ ഭാവം നിങ്ങളിലുണ്ടായിരിക്കണം. യദ്ഭാവോ തദ്ഭവതു. അതാണ് ആ തേജോബിന്ദു ഉപനിഷത്ത് പറയുന്നത്. ആ മനസ്സ് നശിക്കുന്ന കാര്യം പറഞ്ഞു. ആ തേജോബിന്ദു ഉപനിഷത്ത് പറഞ്ഞത് എന്താണ്? ദേഹത്രയ വ്യതിരിക്തോഹം ശുദ്ധ ചൈതന്യമസ്മ്യഹം ബ്രഹ്മ അഹം ഇതി യസ്യ അന്തഃ. തൻ്റെ ഉള്ളിൽ ആർക്കാണോ ഈ ഭാവമുള്ളത്, സ്ഥിരമായ ഈ ഭാവം തന്നിൽ നിലനിർത്തുന്നത്, സ ജീവൻ മുക്ത ഉച്യതേ. അവനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ആ അറിവ് നിലയുള്ളവൻ തന്നെയാണ് വിദേഹമുക്തനും. ഞാൻ ആ ദേഹത്തിന് അന്യമായ ആ ദേഹിയാണ് എന്ന ബോധത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ധൈര്യമായിട്ട് പറയാം, നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ. അപ്പോൾ അയാൾ എന്താ പറയുന്നത്? വിദേഹമുക്തൻ. ജീവൻ മുക്തയാണ്, ജീവൻ മുക്തൻ തന്നെയാണ് വിദേഹമുക്തൻ. ഏതൊരാളിനാണോ ഞാൻ ഈ ശരീരമല്ല എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ശരീരത്തിനകത്തിരിക്കുന്ന അശരീരിയിൽ തൻ്റെ ശ്രദ്ധയെ ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളത്, അവൻ ജീവൻ മുക്തനാണ്, വിദേഹമുക്തനുമാണ്. ആ ജീവൻ മുക്തനെ തന്നെയാണ് വിദേഹമുക്തൻ എന്ന് പറയുന്നത്. കാരണം നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ. അപ്പോൾ തന്നിൽ എന്തെല്ലാമാണോ ആരോപിച്ച് നിർത്തിയിട്ടുള്ളത്, എന്തെല്ലാമാണ് നമ്മിൽ ആരോപിച്ച് നിർത്തിയിട്ട്, ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, സുന്ദരനാണ്, മിടുക്കനാണ്, അറിവുള്ളവനാണ്, സ്വാമിയാണ്, ഇല്ലേ? ഇതെല്ലാം തന്നിൽ നിർത്തിയിരിക്കുന്ന ഭാവങ്ങളാണ്, ആരോപിത വസ്തുക്കളാണ്, ആരോപിത ഭാവങ്ങളാണ്. ഇതെല്ലാം അന്യമായിട്ടുള്ളതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അധ്യാത്മോപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രം, സ്വാത്മന്യാരോപിത വസ്തു നിരസത. സ്വാത്മനി തന്നിൽ ആരോപിച്ച് നിർത്തിയിരിക്കുന്ന ഈ ഭാവങ്ങളെല്ലാം ആരാണോ ഒഴിവാക്കുന്നത്, നിരസിക്കുന്നത്, സ്വാത്മന്യാരോപിത വസ്തു നിരസത സ്വയമേവ പരബ്രഹ്മ പരിപൂർണം അദ്വയം അക്രിയം. അദ്വയം, രണ്ടാമതൊന്നുമില്ലാത്ത ആ ശുദ്ധ സ്വരൂപമാണ് തന്നിലെ താൻ എന്ന അറിവ് നിലയിലേക്ക് ആരാണോ ഉണരുമ്പോൾ തന്നെ മറ്റുള്ള ആരോപിത ഭാവങ്ങളൊക്കെ താനെ അപ്രത്യക്ഷമാകും. അതിനെ കോരിക്കളയുമൊന്നും വേണ്ട.
ഏതൊരറിവ് നിലയിലേക്കാണോ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ഉണർത്തുന്നത്, അപ്പോൾ അതെല്ലാം താനെ അടർന്നു വീണുകൊള്ളും. നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഒരു ശരീരത്തിലാണ് കാണുന്നത്. സ്വപ്നത്തിൽ നിങ്ങൾ ശരീരമായിട്ടാണ് കാണുന്നത്. താൻ പല സ്ഥലങ്ങളിൽ പോകുന്നതായിട്ടും പല ഗുരുമാളികളിൽ പെടുന്നതായിട്ടും ഒക്കെ സ്വപ്നം കാണുന്നു. അപ്പോൾ നമ്മൾ അപരോക്ഷാനുഭൂതിയിലെടുത്തിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു മന്ത്രമാണ് സ്വപ്നദേഹോ യഥാധ്യസ്ഥ തഥാ അയം ഹി ദേഹകഃ. ഏതു പ്രകാരമാണോ സ്വപ്നത്തിലെ ദേഹം, സ്വപ്നത്തിൽ നിങ്ങളെ കാണുമ്പോൾ ആ കാണുന്ന നിങ്ങൾക്കൊരു ദേഹമുണ്ടായിരിക്കും, ശരീരമുണ്ടായിരിക്കും. ആ സ്വപ്നദേഹം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ജാഗ്രത അവസ്ഥയിലെ ഈ ദേഹവും. അപരോക്ഷാനുഭൂതിയിൽ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് നമ്മൾ എവിടെയോ എടുത്തിട്ടുണ്ട്. എവിടെ? ശാസ്തമംഗലൻ രാമകൃഷ്ണാശ്രമത്തിൽ എടുത്തിട്ടുണ്ട്. സ്വപ്നദേഹോ യഥാധ്യസ്ഥ സ്തദൈവ അയം ഹി ദേഹക. ഈ ശരീരവും അതുപോലെ തന്നെയാണ്. അധ്യസ്ഥസ്യ കുതോ ജന്മ. അധ്യസ്ഥമായ വസ്തുവിന് എവിടാ ജന്മം? ഉണ്മ, ഉള്ള നില. കയറിൽ ഒരു പാമ്പിനെ ദർശിച്ചാൽ ആ പാമ്പ് അധ്യസ്ഥ വസ്തു, ആരോപിത വസ്തു, ഉള്ള വസ്തു അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്ന വസ്തു, ഉള്ളതേ അല്ല. അതുപോലെ സ്വപ്നദേഹം, സ്വപ്നത്തിൽ കണ്ട നിങ്ങൾക്ക് ഏതുപോലെയാണോ സ്വപ്നദേഹം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ജാഗ്രത അവസ്ഥയിലുള്ള ഈ ദേഹവും. ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഈ ദേഹം ഉള്ളതേ അല്ലേ എന്നാണോ പറയുന്നത് സ്വാമി? അതെ, ഉള്ളതേ അല്ല. സ്വപ്നദേഹം ഏതുപോലെയാണോ ഉള്ളതല്ലാത്തത് അതുപോലെ തന്നെയാണ് ഈ ജാഗ്രത് ദേഹവും ഉള്ളതേ അല്ല. അതിൽ ഉള്ളതായിട്ടുള്ള വസ്തു എന്താണ്? തന്നിലെ താൻ. ആ ഉള്ള വസ്തുവിലേക്കാണ് ഓരോരുത്തരും ഉണരേണ്ടതായിട്ടുള്ളത്. അതാണ് ആ ദേഹത്രയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി സ്കന്ദോപനിഷത്തിലെ ഒരു മന്ത്രം പറയാം ദേഹത്തെക്കുറിച്ച്. ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ. ജീവസ്വരൂപം, തന്നിലെ താൻ. ഈ ശരീരം ഒരു ദേവാലയം. ആ ദേവാലയത്തിനകത്തിരിക്കുന്ന ദേവൻ, ഈശ്വരൻ, അതാണ് തന്നിലെ താൻ. അല്ലേ? ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ആ ഈശ്വരൻ എവിടെയായിരിക്കുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. അതാണ് സ്കന്ദോപനിഷത്ത് പറയുന്നത് ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ. ഈ ജീവൻ ദേവൻ തന്നെയാണ്, ആ സർവേശ്വര ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്? ത്യജേദജ്ഞാന നിർമാല്യം സോഹം ഭാവേന പൂജയേത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ നമ്മൾ വാരി ചാർത്തിയിരിക്കുന്ന ഈ മാല്യങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ സ്വാമിയാണ്, അല്ലേ? അതും ഒരജ്ഞാന മാല്യമാണ്. ഞാൻ പണ്ഡിതനാണ്, ഒരജ്ഞാന മാല്യമാണ്. ഞാൻ നായരാണ്, അജ്ഞാന മാല്യമാണ്. ഞാൻ ബ്രാഹ്മണനാണ്, അജ്ഞാന മാല്യമാണ്. ഞാൻ മന്ത്രിയാണ്, ഞാൻ ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്. ഈ തരത്തിൽ എന്തെല്ലാം അജ്ഞാന മാല്യങ്ങളാണോ നാം ചാർത്തിയിരിക്കുന്നത് അതൊക്കെ വലിച്ചു പൊട്ടിച്ച് ദൂരെ കളയണം. അതാണ് ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ. അതറിഞ്ഞു കഴിഞ്ഞാൽ ത്യജേദജ്ഞാന നിർമാല്യം സോഹം ഭാവേന പൂജയെ. ഈ അജ്ഞാന നിർമാല്യമൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് പൂജിക്കണം. എന്താ പൂജിക്കേണ്ടത്? സഹ അഹം, സോഹം, സഹ അഹം. അത് ഞാനാകുന്നു, ഇതിനകത്തിരിക്കുന്ന അത്, ഐ എം ദാറ്റ്. അല്ലേ? ആരുടെ പുസ്തകമാണ്? നിസർഗദത്ത് മഹാരാജിൻ്റെ. ആരാണ് നിസർഗദത്ത്? എവിടെ ഇരിക്കുന്നത്? താഴെ അങ്ങേയറ്റം ഇരിക്കുന്നു.
നിസർഗദത്ത് മഹാരാജ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഐ എം ദാറ്റ്. എന്താ ഐ എം ദാറ്റ്? എന്താ ഐ എം ദാറ്റ്? ഞാൻ അതാകുന്നു. ഏത്? എന്നിലിരിക്കുന്ന അത്, എന്നിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. ഐ എം ദാറ്റ്. നിങ്ങളും ഓരോരുത്തരും അതങ്ങോട്ട് ഉരുവിടണം. ഐ എം ദാറ്റ്. ഇംഗ്ലീഷിൽ ഉരുവിട്ടാൽ മതിയോ സ്വാമി? യാതൊരു കുഴപ്പവുമില്ല. ഐ എം ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. ആ ബ്രഹ്മം ഞാനാകുന്നു, ആ ഈശ്വരൻ ഞാനാകുന്നു. ഈശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം മായയുമായിട്ട് കൂടിച്ചേരുന്ന അവസരത്തിൽ ഈശ്വരൻ, അജ്ഞാനവുമായിട്ട് അവിദ്യയുമായിട്ട് കൂടിച്ചേരുമ്പോൾ ജീവൻ. മായോപഹിത ചൈതന്യം ഈശ്വരൻ, അവിദ്യോപഹിത ചൈതന്യം ജീവൻ. എല്ലാത്തിലും ഉള്ളത് ചൈതന്യം. ഐ എം ദാറ്റ്. ആ ചൈതന്യ സ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നുള്ള ആ അറിവ്. അതാണ് അജ്ഞാനം, അതാണ് ജ്ഞാനം. ബാക്കിയുള്ള എല്ലാ ഭാവനകളും നിങ്ങൾ വലിച്ചു പൊട്ടിച്ചതാണ്. ത്യജേതജ്ഞാന നിർമാല്യം സോഹം ഭാവേന പൂജയേത്. ചുമ്മാ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, തീരുമാനമെടുക്കണം. യെസ്, ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ ഞാൻ അതാണ് എന്ന ഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്തണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. ഞാൻ ഭാവത്തിൽ നിന്ന് ആരാണോ തന്നിൽ തന്നെയുള്ള തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉദ്ധരിപ്പിച്ച് അതിൽ സ്ഥിരപ്പെടുത്തുന്നത്, അതാണ് മോക്ഷത്തിന് കാരണമാകുന്നത്. ആ മോക്ഷനില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ